വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ യൂത്ത് കമ്മീഷൻ ചെയർമാൻ, അതുപോലെ സീറോ മലബാർ സഭ ഇൻ്റർനെറ്റ് മിഷൻ്റെ ചെയർമാൻ, ജ്ഞാനായ സഭയുടെ കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയിൽ ഇന്ന് കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹപ്രദമായ ഒട്ടനവധി സമ്മാനങ്ങൾ അഭിവന്ധ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിൽ നിന്ന് സഭാമക്കൾക്ക് ലഭിക്കുന്നുണ്ട്. പിതാവ് അങ്ങേക്ക് ശാലോം ടിവിയുടെ വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവെ, ഞാൻ പിതാവിൽ വളരെ കാലം മുമ്പ് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പിതാവിൻ്റെ ദൈവാശ്രയബോധം. പിതാവ് എന്ത് സംസാരിച്ചാലും അതിലൊരു ദൈവാശ്രയബോധത്തെ കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് പിതാവ് സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. അത് മലബാറിലേക്കുള്ള കുടിയേറ്റത്തോടൊപ്പം കിട്ടിയതാണോ അതോ മാതാപിതാക്കളിൽ നിന്ന് പകർന്ന് ലഭിച്ച ഒരു ചിന്തയാണോ ദൈവാശ്രയബോധത്തെക്കുറിച്ചുള്ള? നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ദൈവാശ്രയബോധം അത് ദൈവത്തിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയാണ്. കാരണം നമ്മളെല്ലാവരും കത്തോലിക്ക മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് പിന്നീട് മാമോദിസ സ്വീകരിച്ച് പിന്നീട് മറ്റു കൂദാശകളിലൂടെ ദൈവകൃപയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തേണ്ടവരാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവത്തിൽ നിന്നുള്ള യാത്ര തുടങ്ങി ദൈവത്തിലേക്ക് എത്തേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും ശൈലികളുമെല്ലാം അത് ദൈവീകമായിരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. പക്ഷേ അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായി ഒരു ഗാർഹിക സഭ എന്ന നിലയിൽ കുടുംബത്തിലെ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഈ ദൈവാശ്രയ ബോധം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട് മാതാപിതാക്കളിലൂടെ, വീട്ടിലെ സഹോദരങ്ങളിലൂടെ, അവിടുത്തെ സാഹചര്യങ്ങളിലൂടെ. പിന്നീട് അത് കൂടുതൽ വളർച്ച പ്രാപിക്കും. നമുക്കറിയാം, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായി സഭയിലൂടെയാണ്, നമ്മുടെ ഇടവക സംവിധാനത്തിലൂടെ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വികാരിച്ചനിലൂടെ, അവിടെ പ്രവർത്തിക്കുന്ന സമർപ്പിതരിലൂടെ, ആ ഇടവക സംവിധാനത്തിലൂടെ കൂടുതൽ സഭയെ അറിയാനായിട്ട്, ദൈവത്തെ അറിയാനായിട്ടും കൂടുതൽ അവസരങ്ങളുണ്ടാകും. അത് പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയിലൂടെ, വിശ്വാസ പരിശീലനത്തിലൂടെ, മറ്റു കൂദാശ സ്വീകരണത്തിലൂടെയൊക്കെ ഇത് കൂടുതൽ വളർച്ച പ്രാപിക്കുന്നു, പരിപോഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോർജ് ചോദിച്ച ഈ ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം, സഭയിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട വളർത്തിയ ഒരു ദൈവാശ്രയ ബോധമാണ് എനിക്കുള്ളത്. ആ ഒരു ദൈവാശ്രയ ബോധത്തിലാണ് ഇന്ന് വരെയും ഞാൻ ജീവിക്കുന്നത്, നാളെയും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പിതാവേ, ഈ പണ്ടൊക്കെ വലിയ മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ വരുമ്പോൾ നമുക്കറിയാം, അന്ന് വീടുകളിൽ കറണ്ടില്ല, അന്ന് ചെറിയ വീടുകളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. വീട്ടിലെ ഇളയ കൊച്ചിൻ്റെ കയ്യിൽ പിന്നെ ഈ കുരുത്തോലയൊക്കെ കൊടുത്ത് നീ ആ കുരുത്തോല വീശി പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. തീർച്ചയായും ദൈവം അത് ആ കാറ്റിനെ ശമിപ്പിക്കും. പിന്നെ കടലിനെ ശാന്തമാക്കിയവൻ നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ഇപ്പോഴത്തെ ആ കൊടിയ മഴ മാറും എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി, മക്കളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയിരുന്ന മാതാപിതാക്കൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അത്തരം വിദ്യാഭ്യാസമുണ്ട് മാതാപിതാക്കൾ ഓഫ് കോഴ്സ്, പക്ഷേ അത്തരം അനുഭവങ്ങൾ മക്കളിലേക്ക് പകർന്നു നൽകുന്ന മാതാപിതാക്കളുടെ കുറവാണോ ഇന്ന് യുവാക്കളുടെ ഇടയിൽ അത്ര ഒരു ദൈവാശ്രയബോധം കുറയാനുള്ളൊരു കാരണം? ജോർജ് പറഞ്ഞ ഒരു കാര്യം കുറച്ചൊക്കെ ശരിയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, നമ്മൾ കാണുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ജോർജ് ഇപ്പോൾ ഉന്നയിച്ചത്. നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ മാറിയ സാഹചര്യത്തിൽ മാതാപിതാക്കളിലും പണ്ടുണ്ടായിരുന്ന അത്രയും ദൈവാശ്രയബോധം ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഇടയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം യുവജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ചു നിൽക്കുന്ന, ഏത് പ്രതിസന്ധികളിലും അടിയുറച്ചു നിൽക്കുന്ന മാതാപിതാക്കളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ദൈവത്തിൽ ആശ്രയിക്കപ്പെടുന്ന ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ അത് പണമുണ്ടായാലും ഇല്ലെങ്കിലും, നമ്മൾ ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും
നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമാണ്. അത് കൗമാരപ്രായത്തിലും ശൈശവത്തിലും വാർദ്ധക്യത്തിലും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും തട്ടിച്ചു നോക്കുമ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ ആ ഒരു ആശ്രയബോധം കുറയുന്നു. അത് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് കുടുംബത്തിൽ ഉള്ള അടിസ്ഥാനപരമായ ആ ദർശനങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. സഭയിൽ ഇനിയും കുറേ കൂടി ആ കാര്യത്തിൽ ശ്രദ്ധിച്ച് കൂടുതൽ ദൈവാശ്രയ ബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ അവർക്കുള്ള മറ്റ് രീതികൾ, അവസരങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ എന്നുള്ളതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഇങ്ങനൊരു ചേരുവയിൽ മാത്രമേ ഇത് നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്രൈസ്തവ സാക്ഷ്യം അതിന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. മാതൃകകൾ കുറയുന്നുണ്ട്. അതെല്ലാ തലങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക, അത് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് യുവജനങ്ങളെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും ദൈവാശ്രയ ബോധമുള്ളവരുടെ അനുഭവങ്ങൾ യുവജനങ്ങളെ സ്വാധീനിക്കും. അത് കുട്ടികളെ സ്വാധീനിക്കും. അങ്ങനെ ഒരു പരിധിവരെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നകലുന്നു, അല്ലെങ്കിൽ കൂദാശ ജീവിതത്തിൽ നിന്നകലുന്നു, നന്മയിൽ നിന്നകലുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളും ഞാൻ ഈ വിധത്തിൽ കാണുകയാണ്. ഈ തോമാസ് ലിഹയുടെ മക്കൾ എന്ന് പറയുന്ന പോലെ അവർ തൊട്ട് കണ്ട് അറിഞ്ഞ് മാതൃകകളെ കണ്ടറിഞ്ഞ് വിശ്വസിക്കുന്നവർ തന്നെയാണ്. തീർച്ചയായും പിതാവ് പറഞ്ഞ പോലെ മാതൃകകളുടെ ഒരു കുറവ് ഒരു കാരണമാവാം. പിതാവ് ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അത് വലിയൊരു ദിവ്യബലി പോലെ വൈകുന്നേരങ്ങളിലെ ആ മക്കളും അപ്പനും അമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നു. അതിന് വലിയ ഒരു സ്ഥാനം അവർ മാതാപിതാക്കളന്ന് കൊടുത്തിരുന്നു, കുടുംബവും കൊടുത്തിരുന്നു. അത് പിന്നെ കുരിശ് വരയ്ക്കുന്നതിന് വേണ്ടി പൂക്കൾ മുറ്റത്ത് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് പൂക്കൾ അലങ്കരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ഒരുക്കങ്ങളോടെയായിരുന്നു സന്ധ്യാപ്രാർത്ഥന നേരത്തെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ ആ ചൈതന്യം കുറഞ്ഞതും ഒരു പക്ഷേ നമ്മുടെ ഒരു കുടുംബങ്ങളുടെ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ചെറിയ കുറച്ചിലെങ്കിലും കാരണമായിട്ടുണ്ട് എന്ന് പിതാവ് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് ആദിമ ക്രൈസ്തവ സമൂഹം അവർ ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതൊരു ഭവനത്തിലെ സഭയായിരുന്നു. അപ്പോൾ ഈ സഭയുടെ എല്ലാ തലങ്ങളും ഭവനത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്തതുപോലെ അവർ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും സദാ താല്പര്യപൂർവ്വം അപ്പം മുറിക്കൽ ശുശ്രൂഷയിലുമൊക്കെ സദാ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. അതാണ് ഭവനത്തിലെ സഭ എന്ന പൗലോസ് ശ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മാതാപിതാക്കൾ പരമ്പരാഗതമായി ഈ ഒരു രീതിയിലായിരുന്നു കുടുംബത്തിലെ ആ സഭയെ വളർത്തിയിരുന്നത്, പരിപോഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജോർജ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഒരുക്കത്തോടെയാണ് ഈ ഒരു പ്രാർത്ഥനയെ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയെ, സന്ധ്യാപ്രാർത്ഥനയെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെല്ലാം വളരെ നിഷ്ഠയോടെ ക്രമത്തോടെ പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ ഇന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന് പണ്ട് നമ്മളെല്ലാം കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ. ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ചിലപ്പോൾ 2 പേർക്കും ജോലി വന്നിരിക്കുന്നു. സമയം ക്രമീകരിക്കാൻ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. കുട്ടികൾക്ക് ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യങ്ങൾ കുറയുന്നു. അങ്ങനെയുള്ള ലോകത്തിൻ്റേതായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എങ്ങനെ ഈ കുടുംബ പ്രാർത്ഥനയുടെ ചൈതന്യം നിലനിർത്താം എന്നുള്ളതാണ് പ്രധാനം. കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാതിരിക്കുക, പക്ഷേ അതിൻ്റെ ചൈതന്യം എങ്ങനെ നിലനിർത്താൻ പറ്റും? പണ്ടത്തെ പോലെ നമുക്കൊരു ക്രമമായിട്ട് എല്ലാവരും വന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ ഭവനങ്ങൾക്കും അത് സാധിച്ചു എന്ന് വരില്ല. ചെയ്യാവുന്ന കാര്യം, നമ്മൾ എപ്പോഴൊക്കെ ഒരുമിച്ച് ആ കുടുംബത്തിലെ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചാകുന്നു, ആ കുടുംബം തന്നെ അതിനൊരു ക്രമമുണ്ടാക്കുക. ആ ക്രമത്തിലിരുന്ന് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനയിൽ അതെല്ലാ ദിവസവും സാധിച്ചില്ലെങ്കിൽ കൂടിയും ആഴ്ചയിൽ ഇത്ര ദിവസമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ പുനർക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങൾ ചിലപ്പോൾ പുറത്തായിരിക്കും, ഭാര്യ അമ്മ വേറൊരു സ്ഥലത്തായിരിക്കും, അപ്പൻ വേറൊരു സ്ഥലത്തായിരിക്കും. എന്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈവൻ ഓൺലൈനായിട്ട് പോലും
വല്ലപ്പോഴുമെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വീഡിയോ കോളിലൂടെയൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ ഇന്ന് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. നമുക്ക് സാധ്യതകളുണ്ട്. നമ്മളിതൊന്നും തള്ളിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം ഗൂഗിൾ മീറ്റുകൾ ഒക്കെ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഓൺലൈനിൽ ഏത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഇന്ന് സാധ്യമാണ്. നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെടാൻ പല കാരണങ്ങൾ. നമ്മൾ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം, അതിജീവിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ഇപ്പോൾ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് വിദേശത്തുള്ള ആളുകളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെ ചൈതന്യം വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ പ്രാർത്ഥനയെ ക്രമീകരിക്കുക, അവിടെ കുട്ടികൾക്ക് റോൾ ഉണ്ടാവുക, യുവജനങ്ങൾക്ക് റോൾ ഉണ്ടാവുക, മാതാപിതാക്കൾക്ക് റോൾ ഉണ്ടാവുക, അവിടെ കുടുംബാംഗങ്ങൾ അതിലൊരാൾ ബൈബിൾ വായിക്കുക, ജപമാല മറ്റൊരാൾ ചെല്ലുക, അതിന് സ്വയം പ്രേരിത പ്രാർത്ഥന ഉണ്ടാവുക. ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടി അതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പാർട്ടിസിപ്പേഷൻ ഉണ്ട്. യുവജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അവരും ഇതിനകത്ത് ബന്ധപ്പെടുന്നു. അതൊരു അനുഭവമാക്കി മാറ്റുന്നു. പ്രാർത്ഥന ഒരു അനുഭവമാക്കി ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ പോലും ആ കുടുംബത്തിൻ്റെ ആഘോഷമാക്കി മാറ്റും. യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഘോഷങ്ങളാണ്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയും ഞാൻ പറയും അതൊരു ആഘോഷമാക്കുക. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം നമുക്കിന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ കുറേയൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള വിരുന്നായി അത്താഴത്തെ കണ്ട് ഒരു ടേബിളിരുന്ന് അല്ലേ പരസ്പരം കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് കുട്ടികളുടെ വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ച് യുവജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എന്താണെന്ന് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ ഭക്ഷണ മേശയിൽ നിന്ന് പോലും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഭക്ഷണത്തിന് മുമ്പ് നമുക്ക് ചെറിയ പ്രാർത്ഥന നടത്താം. ഭക്ഷണത്തിന് ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പ്രാർത്ഥന നടത്താം. ഇതെല്ലാം പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കൾ വളരെ തിരക്കിലാണ്. അവർക്ക് ജോലിയുടെ ടെൻഷൻസ് ഉണ്ട്, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ മക്കൾ അതിലേറെ ടെൻഷനിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാൻ, അവരെ ശ്രവിക്കാൻ അവരുടെ മാതാപിതാക്കളില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉപാധി തന്നെയാണ് കുരിശുവര കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് 10 മിനിറ്റ് കൂടെ കൂടുതൽ ഇരുന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ പിതാവ് പറഞ്ഞതുപോലെ അത്താഴ മേശയിൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് ഇപ്പം +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ 12ാം ക്ലാസ് വരെയുള്ള വേദപാഠമൊക്കെ കഴിഞ്ഞ് നമ്മൾ വളർത്തി കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ +2 കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മറ്റ് മതധാരകളാൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഇതിനൊക്കെയുള്ള ഒരു പ്രതിസന്ധി, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി അത്തരം ഇടപെടലുകളെ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും. നമുക്ക് ഒരു കാലത്ത് നമ്മളെല്ലാം പഠിച്ചത് നമ്മുടെ ആ ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ ആ പട്ടണത്തിലാണ്, ആ ജില്ലയിലാണ് നമ്മൾ വിദ്യാഭ്യാസം നമ്മുടെ താഴം തൊട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ഇവിടെ നല്ല കോളേജുകളില്ലാത്തൊരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ തേടുന്നു, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പഠനത്തിനായിട്ട് പോകുന്നു. നേരത്തെ നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ, മാതാപിതാക്കളുടെ സുരക്ഷിതത്വത്തിൽ, ആ ഇടവക സംവിധാനത്തിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനുള്ള സാഹചര്യം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറയുമ്പോൾ ഇനി ഇടപെടലുകളാണ് ആവശ്യം. അപ്പോൾ അവരെ നമ്മൾ അനുഗമിക്കുക, മാതാപിതാക്കളെ അനുഗമിക്കുക, അവരുമായി ബന്ധപ്പെടുന്ന വികാരിച്ചമാരവരെ മറ്റു പല വിധത്തിലൂടെ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ അനുഗമിക്കാൻ പറ്റും. പെൺകുട്ടികളാണ് സിസ്റ്റേഴ്സ്. അവരുടെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് അവരെവിടെയായിരുന്നാലും നമുക്ക് ബന്ധപ്പെടാൻ, അവരെ അക്കമ്പനി ചെയ്യാനായിട്ട് ഇന്ന് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സഭയോട് ചേർന്ന് നിൽക്കുക. അവരേത് രാജ്യത്താണേലും ഏത് സ്ഥലത്താണേലും അവിടെ കൂദാശകൾ സ്വീകരിക്കാനും കുർബാനയിൽ പങ്കുചേരാനുമുള്ള അവസരങ്ങളുണ്ട് എന്ന് അവരെ ധരിപ്പിക്കുക. അവർ പോകുന്നുണ്ടോ എന്ന് അന്വേഷണം നടത്തുക. ഇതെല്ലാം ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മാതാപിതാക്കളും അതുപോലെ തന്നെ വികാരിയച്ഛന്മാരും സമർപ്പിതരും നമ്മൾ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം ശ്രദ്ധിച്ചാൽ ഇതൊരു കൂട്ടായ്മയുടെ കൂട്ടുത്തരവാദിത്വത്തിലൂടെ നടക്കപ്പെടേണ്ട ഒന്നാണ് വിശ്വാസ പരിശീലനം.
അതൊരു തുടർ വിശ്വാസ പരിശീലനമായിട്ട് പോകേണ്ടത്. പിതാവേ, യൂത്ത് കമ്മീഷൻ്റെ ചെയർമാൻ ആയതുകൊണ്ടാണ് ഇത്തരം യൂത്ത് അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഞങ്ങൾ കൂടുതലായി ചോദിക്കുന്നത്. പിതാവേ, ഇപ്പോൾ നമുക്കറിയാം 12 വർഷത്തെ കർശനമായിട്ടുള്ള മതബോധനം കഴിഞ്ഞ് കുട്ടികൾ വിവിധ സ്ഥലങ്ങളിൽ തുടർ പഠനത്തിനായിട്ട് പോകുമ്പോൾ നമ്മളുടെ വിശ്വാസ സംഹിത അത്രയും കാലം അവർ ഫോളോ ചെയ്ത വിശ്വാസത്തിൽ നിന്ന്, പാരമ്പര്യമായി ലഭിച്ച വിശ്വാസത്തിൽ നിന്ന് അവർക്ക് വ്യതിയാനം സംഭവിക്കുകയോ അതിൽ അവർ മന്ദഗതിയിലാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി പിതാവ്, നമ്മുടെ വിശ്വാസ പരിശീലന പാഠപ്രക്രിയയിൽ കാതലായിട്ടുള്ളൊരു മാറ്റം, കാലികമായൊരു മാറ്റം അത് അനിവാര്യമല്ലേ? അതൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒന്നല്ല. വിശ്വാസ പരിശീലനം അടിസ്ഥാനപരമായി നമ്മൾ നടത്തേണ്ട ഓരോ ഘട്ടത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അത് ശാസ്ത്രീയമായിട്ട് നടത്തണം. ഓരോ പ്രായത്തിനും ഇണങ്ങുന്നതായിട്ടുള്ള പാഠ്യക്രമങ്ങളും രീതികളും പുസ്തകങ്ങളും ഒക്കെ തയ്യാറാക്കി നൽകപ്പെടേണ്ടതുണ്ട്. അത് കാലികമായി പുതുക്കേണ്ടതുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം വിശ്വാസ പരിശീലനം പൂർണ്ണമാവില്ല. അപ്പോൾ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യമല്ലല്ലോ ഇപ്പോഴുള്ളത്. ഒരിക്കലും നമ്മൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കളൊക്കെ വീട്ടിൽ കൃത്യമായി ക്രമമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമല്ലായിരുന്നു. നെഗറ്റീവായിട്ടുള്ള സഭയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ തെറ്റുകൾ കണ്ട് അത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ അംഗീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ സംവിധാനങ്ങളെ അംഗീകരിക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പരിസരങ്ങൾ കുറഞ്ഞിരിക്കുന്നു. വിശ്വാസമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതെല്ലാം ആര് കാണുന്നു? ഇതെല്ലാം നമ്മുടെ കുട്ടികൾ കാണുകയാണ്. പണ്ടത്തെ പോലെ ഒന്നും കുട്ടികൾ കാണാതിരിക്കുന്ന ഒന്നുമില്ലല്ലോ. അവർ നേരിട്ട് പല രീതിയിൽ അവർക്ക് കാണാൻ അവസരമുണ്ട്. നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകൾ അവർ കാണുന്നു. അതൊന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ള മാതാപിതാക്കളുടെ ചില കുറവുകൾ അവർ കാണുന്നു. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താതിരിക്കുന്നു. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ, ലോകത്തിൻ്റേതായ രീതിയിൽ നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസം ഒരിക്കലും മാറ്റപ്പെടാത്ത ഒന്നാണല്ലോ വിശ്വാസം. അപ്പോൾ അവിടെ ഈ കുട്ടികളെ എങ്ങനെയാണ് വിശ്വാസത്തിൽ രൂപപ്പെടുത്തേണ്ടത്, പിന്തുടരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മൾ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വിത്ത് വിതയ്ക്കുക. വിത്ത് വിതയ്ക്കപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും മുളച്ച് പൊന്തില്ല. അപ്പോൾ നമ്മൾ വിത്ത് വിതച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് മുളച്ച് പൊന്തും. അപ്പോൾ അടിസ്ഥാനപരമായി വിശ്വാസ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർ വേറെ സ്ഥലത്താണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ സ്ഥലത്ത് നമ്മൾ അവരെ അനുധാവനം ചെയ്യുക, അനുഗമിക്കുക, അവിടെയുള്ള സംവിധാനങ്ങളെ അവരെ ചേർത്ത് നിർത്തുക. നമുക്കവിടെ എല്ലാ സംവിധാനങ്ങളുണ്ട്. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനുള്ളിൽ, കേരളത്തിന് പുറത്ത്, അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ എല്ലാ സഭാ സംവിധാനങ്ങളുണ്ട്. സിറോ മലബാർ സഭയുടെ മിഷനായിട്ടും രൂപതകളായിട്ടും നമുക്ക് ഈ മക്കളെ അനുധാവനം ചെയ്യാൻ, അനുഗമിക്കാൻ സഭാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ പിതാവേ, നമ്മൾ ഈ വിത്ത് വിതച്ചു മുളച്ചു, ഏത് ഘട്ടത്തിലാണ് മുള്ള് അതിന്മേൽ വന്ന് അതിനെ ഞെരുക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് അവരെ ദൈവത്തെ കൃത്യമായി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ വിശ്വാസ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. കാരണം അവർക്ക് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതിൻ്റെ ഒരു കുറവ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് പിതാവിന് ബോധ്യം വന്നിട്ടുണ്ട്. വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു സമയത്തോ തുടങ്ങി തീർക്കേണ്ട ഒന്നല്ലല്ലോ. വിശ്വാസ പരിശീലനം ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു പ്രക്രിയയാണ്. അത് ശാസ്ത്രീയമായി നമ്മുടെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് നൽകുന്ന ശാസ്ത്രീയമായ ഒരു പഠനമാണ്. അതിനോട് ചേർന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, സമൂഹത്തിൽ കാണുന്നത്, സഭാ സംവിധാനങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ആ വിശ്വാസ പരിശീലനം നിലനിൽക്കും. നമ്മൾ വിചാരിക്കരുത്, ആദ്യ നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് പ്രതിസന്ധികളുണ്ടായിരുന്നു, മതമർദ്ദനം ഉണ്ടായിരുന്നു, മതപീഡനം ഉണ്ടായിരുന്നു. എത്രയോ പേര് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ചിട്ടാണ് ഈ സഭ നിലനിന്ന് പോയിരിക്കുന്നത്. അപ്പം രക്തസാക്ഷികളും
വിശുദ്ധരായിട്ടുള്ള ആളുകൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിശ്വാസം എന്ന ആ വലിയ സമ്പത്ത്, ആ ദീപം കാത്തു സൂക്ഷിച്ചവരാണ്. അപ്പോൾ ആ വെല്ലുവിളികൾ പല വിധത്തിൽ ഉണ്ട്. ഐഡിയോളജിക്കലായിട്ട്, താത്വികമായിട്ട് വിശ്വാസത്തെ എതിർത്തവർ എല്ലാ നൂറ്റാണ്ടുകളിലുണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുള്ളവരുണ്ട്. ആ വിശ്വാസത്തെ എതിർത്ത ആളുകളുണ്ട്. അത് ഈശോയുടെ കാലത്തും ഉണ്ടായിരുന്നല്ലോ. ഈശോയെയും എതിർത്തവരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ കാലത്തും ഈ പ്രതിസന്ധികളുണ്ട്, വിമർശനങ്ങളുണ്ട്. അതൊക്കെ ഈ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. അതെല്ലാവരെയും സ്വാധീനിച്ചിട്ടുമുണ്ടല്ലോ. ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ, അത് താത്വികമായിട്ടും വിശ്വാസത്തിൻ്റെ പല മേഖലകളിലൂടെയും നമുക്കൊക്കെ സഭയിൽ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്തത്? ഇത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഉദാഹരണത്തിന്, നമുക്ക് വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് കുറേ പേര് പ്രസംഗിച്ച് വരുമ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, പ്രോ ആക്റ്റീവായിട്ട് ആ വിശ്വാസ പ്രമാണം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇനി കുമ്പസാരത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ സമൂഹത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് കുമ്പസാരത്തെക്കുറിച്ച് സഭാപഠനങ്ങൾ, അതെന്തുകൊണ്ടാണ്, അത് ബൈബിൾ അടിസ്ഥാനമാക്കി അത് വിശദീകരിച്ച് കൊടുക്കാനുള്ളൊരവസരം സംഘാതമായി നമ്മൾ ചെയ്യുക. യുവജനങ്ങൾക്ക് ഇന്ന് ആവശ്യമെന്ന് പറയുന്നത് അത് ലോജിക്കലായിട്ട്, റീസണബിളായിട്ട് അതിൻ്റെ ന്യായങ്ങൾ കാര്യകാരണ സഹിതം യുവജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ കാര്യകാരണ സഹിതം പറഞ്ഞില്ലെങ്കിൽ യുവജനങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്. വിശ്വാസം അത് താത്വികമായിട്ട് മാത്രം നിൽക്കുന്നതെന്നല്ല, അത് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാപ്സൂൾ രൂപത്തിലോ അല്ലാതെയോ ഒക്കെ നമ്മൾ യുവജനങ്ങൾക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഷാലോം TV ഉൾപ്പെടെ ഉള്ള ക്രിസ്തീയ ചാനലുകൾ, ഇപ്പോൾ നമ്മളുടെ ഈ ഇൻ്റർവ്യൂ പോലും ഒരു പരിധിവരെ അത് യുവജനങ്ങൾക്ക് കൂടുതൽ സഭയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനുമുള്ള അവസരങ്ങളാണല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്.